എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം. വളരെ 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 സന്തോഷകരമായ ദിനങ്ങൾ യേശുവിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത് എത്ര വലിയ പദവിയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ മുഴുവനും മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ആദാം മരിച്ചു, പുറകെ മരണത്തിൻ്റെ ചരിത്രം മാത്രമാണ് അധ്യായത്തിൽ. ഇന്നയാൾ ഇത്ര നാൾ ജീവിച്ചിരുന്നു, മക്കളെ ജനിപ്പിച്ചു, അതിനുശേഷം അങ്ങേര് മരിച്ചു. ആ കൂട്ടത്തിൽ മരിക്കാത്ത ഒരാളുടെ പേര് പറയുന്നു, ഹാനോക്ക്. 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയും അതുതന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും ചേർന്ന് വ്യക്തിപരമായി യേശുവിൻ്റെ കൂടെ നടക്കുന്നു. ഒരു ദിവസം നമ്മെ കർത്താവ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. മരണമില്ലാത്ത നിത്യജീവനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം എത്ര വലിയ ഭാഗ്യമാണ്. ഇത് കേൾക്കുന്നവരും ഇത് പറയുന്നവരും എല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇതൊരു വലിയ പദവിയായി ഈ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇതൊരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. ഈ വേലയിൽ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം. ഭൂമിയിൽ വെച്ച് ഏറ്റവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കർത്താവിൻ്റെ വേല. ദൈവവേല ചെയ്യാൻ ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും നിർബന്ധിക്കുന്നു. പൂർണ്ണ സമയം ദൈവവേലക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം. എന്നാൽ അതിനൊരു നിയോഗം വേണം. എന്നാൽ കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായി ഇപ്പോഴേ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. ദൈവസഭയ്ക്ക് ഒരു പ്രയോജനമായിരിക്കണം. സഭയ്ക്ക് നിങ്ങൾ വീട്ടുകാരായിരിക്കണം, വിരുന്നുകാരാകരുത്. വിരുന്നുകാരെന്ന് പറഞ്ഞാൽ സമയത്ത് വരും, ചിലപ്പോൾ വൈകി വരും. എല്ലാം കഴിച്ചേച്ച് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്ന അഭിപ്രായം പറഞ്ഞ് പോകുന്നവരാണ് വിരുന്നുകാർ. വീട്ടുകാരോ നേരത്തെ വരും. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വിരുന്നുകാർ വരുന്നതിന് മുമ്പ് തൂത്ത് തുടച്ച് വീടെല്ലാം വൃത്തിയാക്കി ഭക്ഷണമെല്ലാം ക്രമീകരിച്ച് ഈ വരുന്ന വിരുന്നുകാരെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ വിരുന്നുകാർ വരാം. കണക്കൂട്ടിൽ തെറ്റിയാൽ വീട്ടുകാർക്ക് ലഭിച്ചില്ലെന്നും വരാം. ത്യാഗപരമായി ആ വീടിനോട് ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് വീട്ടുകാർ. ഇതുപോലെ സഭയാം കുടുംബത്തിൻ്റെ വീട്ടുകാരായി നമ്മൾ ഓരോരുത്തരും മാറണം. സഭയിലെ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന മക്കളായി നമ്മൾ മാറണം. ഒരു സഭയുടെ ഉത്തരവാദിത്തം നിങ്ങൾ അന്വേഷിക്കണം. ഒരു സ്ഥാനം ഏൽപ്പിച്ചാൽ അത് ചെയ്യുന്നതല്ല, അത് സ്ഥാനമോഹികളാണ്. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചില്ല എങ്കിലും അറിഞ്ഞ് ചെയ്യണം. സഭയുടെ പോരായ്മ കണ്ടുപിടിച്ച് അത് നികത്തുവാൻ പര്യാപ്തമായ ഒരു വിശാല ഹൃദയത്തിൻ്റെ ഉടമസ്ഥരായി നിങ്ങൾ ഏത് ചർച്ചിൽ പോകുന്നുവോ ആ ചർച്ചിൽ നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം ചെയ്തു തുടങ്ങുക. അല്പത്തിൽ വിശ്വസ്തരെ ദൈവം അധികത്തിൽ വിചാരകരാക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ നന്മകൾ ഉണ്ടാകട്ടെ. വലിയ ശുശ്രൂഷകരായി നിങ്ങൾ മാറട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതങ്ങളാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കർത്താവിൽ സന്തോഷിപ്പാൻ ഇനിയും നമ്മെ തന്നെ സമർപ്പിക്കാം. ചേർന്ന് പാടി യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ക്രൂശുമേന്തി പോയിടും ഞാൻ യേശുവേ, ഞാൻ പോയിടും ഞാൻ താൻ വിളിച്ച പോയിടും ഞാൻ യേശുവിനായി ഞാൻ ഏതു നാട്ടിലോ യേശുവേ യേശുവിൻ വേല ചെയ്യുമേ
യേശുവിനായ അന്ത്യത്തോളവും യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായ അന്ത്യത്തോളവും ക്രൂശുമേന്തി പോയിടും ഞാൻ യേശുവിനായി പോയിടും ഞാൻ താൻ വിളിച്ച പോയിടും ഞാൻ യേശുവിനായി ഞാൻ ഏതു നാട്ടിലോ യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായ അന്ത്യത്തോളവും യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായ അന്ത്യത്തോളവും വഴി വിശാലം നെരുക്കമാകിലും സാരമില്ല പോയിടും ഞാൻ താൻ വിളിച്ച പോയിടും ഞാൻ യേശുവിനായി ഞാൻ ഏതു നാട്ടിലോ യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായ അന്ത്യത്തോളവും 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 പർവ്വതങ്ങൾ താഴ്വരയോ സാരമില്ല പോയിടും ഞാൻ താൻ വിളിച്ച പോയിടും ഞാൻ യേശുവിനായി ഞാൻ ഏതു നാട്ടിലോ യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായ അന്ത്യത്തോളവും 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 യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായ അന്ത്യത്തോളവും. ഇന്ന് നമ്മുടെ ചിന്താവിഷയമായിട്ട് എടുക്കുന്നത് നാം നമ്മുടെ വിളിയെ ബഹുമാനിക്കണം. ഓരോ വ്യക്തികൾക്കും ദൈവം വ്യക്തിപരമായ ഒരു വിളിയും തിരഞ്ഞെടുപ്പും വെച്ചിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്ന നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം. എന്തിനാണ് വിളിച്ചത്? ദൈവം വിളിച്ചതാണെന്നറിയാം. ദൈവം എന്തിനാണ് വിളിച്ചത്? ശമൂവേലിനെ ദൈവം വിളിച്ചപ്പോൾ
ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചിട്ട് ദൈവമാണ് വിളിച്ചതെന്ന് അവന് മനസ്സിലായില്ല. അവൻ ഓടിച്ചെന്നത് ഏലി പുരോഹിതൻ്റെ അടുക്കലാണ്. അന്ന് വരെ അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കേട്ട് പരിചയമുള്ള ഏലി പുരോഹിതൻ പിന്നീട് പറഞ്ഞു, മോനെ ഇനി വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ അടിയൻ എന്ന് പറയാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് ഏലി പുരോഹിതന് മനസ്സിലായി. കാരണം ദൈവം വിളിക്കാൻ തുടങ്ങിയാൽ വിളി കേൾക്കും വരെ വിളിക്കും. അതാണ് ശമൂവേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. ദൈവം വിളിക്കാൻ തുടങ്ങിയാൽ ഒരു പ്രാവശ്യം വിളിച്ച് നിർത്തില്ല. നാം എഴുന്നേറ്റ് ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കും വരെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കും. അതായത് ദൈവം വളരെ വ്യക്തതയുടെ ദൈവമാണ്. അതാണ് ദൈവം സൂര്യനെ നിർമ്മിച്ച് ഇരുട്ടിൽ വെളിച്ചം നിർമ്മിച്ച് ഈ ഭൂമിയെ മനോഹരമാക്കിയത്. ദൈവത്തിന് എല്ലാം വ്യക്തത ആവശ്യമാണ്. സ്വർഗം വെളിച്ചത്തിൻ്റെ ഇടമാണ്. എല്ലാം സുതാര്യമാണ്. എല്ലാം നഗ്നവും മലർന്നതുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവം എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യും. അവ്യക്തത എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലില്ല. ദൈവം വിളിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ദൈവമാണെന്ന്. ദൈവം തെളിയിക്കാതാണ് ശമൂവേലിൻ്റെ ചരിത്രത്തിൽ. അന്ന് മുതൽ ദൈവം അവനോട് അവൻ്റെ മരണം വരെ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് വരെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാത്തവർ ഭാരപ്പെടേണ്ട. ദൈവം സംസാരിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ശബ്ദം തുടരും. ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നവരാകണം. ആത്മാവിൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവരായിരിക്കണം. ദൈവശബ്ദം നമ്മുടെ ചെവി കൊണ്ടല്ല, നമ്മുടെ ആത്മാവിൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ നാം ഏകാഗ്രചിത്തരായി തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവരാകണം. അങ്ങനെയുള്ളവർക്ക് ഈ ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവർ ഒരു മനുഷ്യൻ്റെ പുറകെ, ഒരു പ്രവാചകൻ്റെ പുറകെ, ഒരു പാസ്റ്ററുടെ പുറകെ ഓടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ വിളിയുള്ളവർ ദൈവശബ്ദം കേൾക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയാൻ ഉള്ള കൃപ അത് ദൈവമായിട്ട് തന്നെ നമുക്ക് തരും. അതാണ് 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ ആ ശമൂവേലിന്റെ ചരിത്രത്തിൽ കാണുന്നത്. പൗലോസിനെ ദൈവം വിളിച്ചു. ആ വിളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അതൊരു സ്വർഗീയ ദർശനമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ അഗ്രിപ്പ രാജാവിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാണ്? 26 അപ്പോസ്തല പ്രവൃത്തി 26-19 വാക്യം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കില്ല. എനിക്കൊരു സ്വർഗീയ ദർശനമുണ്ട്. അത് വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. അപ്പൊ ദൈവം നമ്മുടെ വിളിയെ വ്യക്തമാക്കിയാൽ ആ വിളിയിൽ നാം അഭിമാനമുള്ളവരായിരിക്കണം. ആ വിളിയെ നാം ബഹുമാനിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, നമ്മെ തന്നെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ വിളിയെ നാം ബഹുമാനിക്കണം. എത്ര വലിയൊരു പദവിയാണ്. ഈ ഭൂമിയിൽ എത്രയോ പേരുണ്ടായിട്ടും ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തില്ലേ? ജ്ഞാനികൾ ഉണ്ടായിട്ട് അവരെ വേണ്ട, ഭോഷന്മാരെ മതി. അപ്പോൾ ദൈവത്തിൻ്റെ വിളി എത്ര വലുതാ. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ അവസ്ഥയിൽ തന്നെ തുടരാതെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കണം. എല്ലാം ഉള്ളവരെ ലജ്ജിപ്പിക്കണം. എന്തിനെ? ദൈവം വലിയവനാണെന്ന് തെളിയിക്കാൻ ഒന്നുമില്ലാത്തവരെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അപ്പോൾ ആ ദർശനം പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായ ദൈവസഭയ്ക്ക് ഏറ്റവും ദ്രോഹം ചെയ്ത ദൈവദാസന്മാരെ കൊല്ലാൻ കൂട്ടുനിന്ന കൊലയാളിയായ മനുഷ്യനെ ദൈവം പണിതെടുത്ത് അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാക്കി മാറ്റി. വിളി ഒരു മനുഷ്യനെ
ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ മേലുള്ള വിളി എന്താണ്? ആ വിളിയാണ് നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്നത്. പൗലോസ് പറയണം, ഞാൻ ആ ദർശനത്തിൽ നിന്ന് മാറുകയില്ല. എൻ്റെ വിളി, അതിനകത്ത് ഞാൻ തുടരും. മറ്റു ചില കാര്യങ്ങൾ, പൗലോസ് മുഴുവനും ദൈവിക ദർശനത്തിൽ മുന്നോട്ട് പോയവനാണ്. വേറെ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ, മക്കദോനിയ വിളി 16:9 പൗലോസിൻ്റെ വിവരണം ഇതാണ്. പൗലോസിൻ്റെ ചരിത്രം ഇവിടെ പറയുകയാണ്. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായൊരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. അതാണ് 16:10. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ വിളി ദർശനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. അപ്പം ദൈവത്തിൻ്റെ വിളി, ദൈവം എന്തിനു വിളിച്ചുവോ അത് ദൈവം നമുക്ക് ദർശനങ്ങളിലൂടെ വെളിപ്പെടുത്തി തരും. അങ്ങനെയാണ് ഫിലിപ്പിയ സഭയുണ്ടാകുന്നത്. ആ യാത്രയിൽ പൗലോസ് ഭൂതത്തെ പുറത്താക്കി, ആത്മാക്കളെ നേടി, ഒത്തിരി ഉപദ്രവങ്ങളുണ്ടായി. ജയിലിൽ വെച്ച് ആ ജയിൽ മുഴുവനും കുലുങ്ങി, വാതിലുകളെല്ലാം തുറന്ന്, തടവ് പുള്ളികളെല്ലാം തൻ്റെ റൂമിലേക്ക് വന്നു. അവർ രക്ഷിക്കപ്പെട്ടു. ജയിൽ അധികാരി രക്ഷിക്കപ്പെട്ടു. കുടുംബമായിട്ട് അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഭയങ്കരമായൊരു മൂവ് അവിടെ നടന്നു. ദൈവത്തിൻ്റെ ദർശനപ്രകാരം വിളിയെ അറിയുന്ന ഒരു വ്യക്തി, അവനൊരു അത്ഭുതമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിളിയിൽ ഒരു അഭിമാനം തോന്നണം. മറ്റൊരു വാക്യം കൂടി നമ്മൾ ചിന്തിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 18:9 കൊരിന്തിൽ താൻ ആയിരിക്കുമ്പോൾ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടരുത്, ഭയപ്പെടാതെ പ്രസംഗിക്കണം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്നരുളി ചെയ്തു. നോക്കണേ, ദർശനം. ചിലയിടങ്ങളിൽ മരിച്ചു പോകുമെന്ന് ഓർക്കുന്ന ഭീകരമായ അന്തരീക്ഷം വരുമ്പോൾ അവിടെ ദൈവം ദർശനത്തിലൂടെ തൻ്റെ വിളിയെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ പൗലോസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആവേശമായി മാറിയത്, ജീവിതത്തിൽ വന്ന എല്ലാ പ്രതികൂലങ്ങളെയും തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ദർശനത്തിലൂടെ താൻ മുന്നോട്ട് പോയത് കൊണ്ടാണ്. പൗലോസ് നമുക്കൊരു ആവേശമായി മാറി. പൗലോസ് നമുക്കൊരു പ്രചോദനമാണ്. പൗലോസിൻ്റെ ജീവിതവും വാക്കുകളും നമ്മൾക്ക് ഒരു ആവേശമാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ കാരണം തൻ്റെ ദർശനം. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ താൻ മാറില്ല. സ്വർഗീയ ദർശനത്തിന് താൻ അനുസരണക്കേട് കാണിക്കില്ല. ഇതുപോലെ തന്നെയാണ് പഴയ നിയമത്തിലെ മോശ. 80-ാമത്തെ വയസ്സിൽ മുൾപടർപ്പിൽ ഒരു തീ കത്തുന്ന കാഴ്ച കണ്ടിട്ട് ഇതെന്താണെന്നൊന്ന് കാണട്ടെ എന്ന് കരുതി താൻ ഹൊരേബ് എന്ന മലയുടെ മുകളിലോട്ട് കയറിയ മുൾപടർപ്പിലേക്ക് ചെന്നതാണ്. ആ മുൾപടർപ്പ് കത്തുന്നുണ്ട്, അത് വെന്തു പോകുന്നില്ല. ആ കാഴ്ച തന്നെ ജീവിതത്തെ മാറ്റി. കത്തിയാലും കത്തിയാലും തീരാത്തൊരു മുൾപടർപ്പിനെ താൻ കണ്ടു. മുൾപടർപ്പ് കത്തിയാൽ 5-10 മിനിറ്റിനുള്ളിൽ അത് ചാമ്പലാകും. മുൾപടർപ്പ് കത്തിക്കുന്നൊരു ജോലി ആട്ടിടയന്മാർ ചെയ്യും. കാരണം മുൾപടർപ്പുകളിൽ പാമ്പുകളും തേളുകളും വിഷജീവികളും ഒളിച്ചിരിക്കുന്ന താവളമാണ്. ആടുകളെ ഒരുപക്ഷെ ഇവ ആക്രമിക്കാം. അതുകൊണ്ട് മുൾപടർപ്പുകളെ തീയിട്ട് ഇടയന്മാർ മുന്നിൽ പോകും. എന്നാൽ ആ ദേശത്തെങ്ങും ഒരു ഇടയനോ ആട്ടിൻകൂട്ടമോ ഇല്ല. എന്നാൽ ഒരു മുൾപടർപ്പ് കത്തുന്നു. ആരും കത്തിക്കാതെ ഒരു മുൾപടർപ്പ് കത്തുന്നു. പിന്നീടാണ് മനസ്സിലായത് സ്വർഗത്തിലെ തീയാണ്. കാരണം ചാമ്പലാകുന്നില്ല. മോശയ്ക്ക് മനസ്സിലായി, ഈ തീ കത്തിയാൽ 70 ഏറിയാൽ 80 എന്നുള്ളത് മാറി ചാമ്പലാകാത്ത ഒരു ജീവിതം,
കണ്ണുമങ്ങാത്ത, ദേഹബലം ക്ഷയിക്കാത്തൊരു ജീവിതം. അവിടെ നിന്ന് തനിക്കൊരു തിരിവ്, ഒരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്. തൻ്റെ ബലം വർദ്ധിക്കുകയാണ്, തൻ്റെ ആയുസ് വർദ്ധിക്കുകയാണ്, തൻ്റെ ചിന്താഗതികൾ മാറുകയാണ്, തൻ്റെ വിളി അവിടെ ആരംഭിക്കുകയാണ്. ഒരു ദർശനം, വ്യക്തമായ കാഴ്ച. അപ്പോൾ 2 ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്ന ദർശനം പൗലോസിൻ്റേത്, അപ്പോൾ തന്നെ കണ്ണ് തുറന്ന് കാണുന്ന ദർശനം മോശയുടേത്. ഇതെല്ലാം ദൈവം നമുക്ക് തരും. കണ്ണ് തുറന്നും ദർശനങ്ങൾ കാണാം, കണ്ണടച്ചും ദർശനങ്ങൾ കാണാം. പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ദർശനങ്ങൾ. അപ്പോൾ കണ്ണു തുറന്നും ദർശനങ്ങളുണ്ട്, കണ്ണടച്ചും ദർശനമുണ്ട്. ദൈവത്തിന് എങ്ങനെയും നമ്മളോട് സംസാരിക്കാൻ കഴിയും. പൗലോസിനും മോശയ്ക്കുമെല്ലാം അവസാന നിമിഷം വരെ ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള ബലമുണ്ടായി. അത് അവർ കണ്ട ദർശനമാണ്. അതിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ, കഷ്ടങ്ങൾ സഹിക്കാനുള്ള ശേഷിയുണ്ടായി. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ തൻ്റെ ദർശനത്തെയും തൻ്റെ വിളിയെയും ബഹുമാനിക്കാൻ പഠിക്കണം. എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ വിളി വലുതാണ്. കാരണം നമ്മെ എല്ലാവരെയും വിളിച്ച ദൈവം വലിയവനാണ്. ചിലർക്ക് വലിയ വിളി, വലിയ ദർശനം, ചിലർക്ക് ചെറിയ വിളി, ചെറിയ ദർശനമൊന്നുമില്ല. എല്ലാവരെയും വിളിച്ച ദൈവം വലിയവനായതുകൊണ്ട് അവരവരുടെ വിളിയെല്ലാം വലുതാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സഭയിൽ വരുന്ന ഓരോ വ്യക്തികളും അറിയണം, നമ്മുടെ വിളി ഏറ്റവും വലുതാണ്. ആ വിളിയിൽ നമ്മൾ എത്രത്തോളം നമ്മെ സമർപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് ആ വിളി ആക്ടിവേറ്റ് ആകുന്നത്. അല്ലെങ്കിൽ ആ വിളി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കർത്താവ് ആകർഷിക്കാതെ, പിതാവ് ആകർഷിക്കാതെ പുത്രന്റെ അടുക്കൽ ആരും വന്നില്ല. അതാണ് ദൈവവിളി. രോഗം മാറാനായിരിക്കാം, കടങ്ങൾ മാറാനായിരിക്കാം, ഏതോ ഒരു പ്രശ്നം, കുടുംബ പ്രശ്നമായിരിക്കാമില്ല, എന്തെങ്കിലും ഒരു നിമിത്തം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നാൽ കാരണം അതല്ല. കഴുതയെ തേടി ഒരിക്കൽ ശൗൽ എന്ന മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നമുക്കറിയാം. അലഞ്ഞ് കഴുതയെ കിട്ടിയില്ല. എന്നാൽ തൻ്റെ തലമേൽ വന്ന് വീണത് ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവിൻ്റെ അഭിഷേകമാണ്. കൃത്യമായി ദർശകനായ ശമൂവേലിൻ്റെ അടുക്കലേക്ക് ശൗലെത്തി. ആ കാലത്ത് പ്രവാചകന്മാരെ ദർശകൻ എന്ന് വിളിക്കും. നമുക്കതെല്ലാം 1 ശമൂവേൽ 9-10 അധ്യായങ്ങളിൽ കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയുള്ളവൻ എന്തെങ്കിലും തപ്പിത്തിരഞ്ഞായിരിക്കും നടക്കുന്നത്. ഒടുവിൽ എത്തിച്ചേരുന്നത് വിളിയിലാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് അഭിമാനിക്കാം. എൻ്റെ വിളിയാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് ഓരോ വ്യക്തികളും പറഞ്ഞ് നമ്മുടെ വിളിയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. അതൊരു പരിശ്രമമാണ്. എൻ്റെ വിളി ഇതാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വിളി ഇന്ന് വരെ നിങ്ങൾ കണ്ടെത്തിയോ? നമ്മുടെ വിളി എങ്ങനെ മനസ്സിലാകും? നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ സംതൃപ്തി ഉണ്ടാകും, അതിനകത്ത് വിജയമുണ്ടാകും. ഈ ലക്ഷണങ്ങളെല്ലാം വരുമ്പോൾ ഓർക്കണം, ഇത് നമ്മുടെ വിളിയാണ്. നമ്മൾ അതിൽ ആനന്ദിക്കും. അതിനകത്ത് വേദനയുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് ആനന്ദിക്കും. ഓരോ വ്യക്തികളും ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിൽ അതൊരു ആനന്ദമായിട്ട് മാറുന്നില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ തുടരാൻ കഴിയില്ല. ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ക്യാമറ പിടിക്കുന്നതായിരിക്കും. അതൊരു ചടങ്ങ് പോലെ ചെയ്യുന്നവരുണ്ട്, അവരൊരിക്കലും വിജയിക്കില്ല. എന്നാൽ നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ദൈവവേലയിൽ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിളിയാണ്. പ്രസംഗം, വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്,
ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിക്കുന്നത്, സഭയുടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്, സഭയിൽ വരുന്നവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത്, സഭയിൽ വരാത്തവരെ അന്വേഷിച്ച് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതെല്ലാം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിളിയാണത്. നിങ്ങളെ കർത്താവ് അതിനു വേണ്ടിയാക്കിയിരിക്കുന്നു. ഈ സത്യങ്ങൾ നിങ്ങൾ അറിയണം. നമ്മുടെ വിളി എന്താണോ അത് വലുതാകുന്നത് നമ്മൾ ആ വിളിയിൽ നിൽക്കുമ്പോഴാണ്. ആ വിളിയിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ അടുത്ത നിലയിലേക്ക് കർത്താവ് നമ്മെ ശൗലിനെ പൗലൂസാക്കിയതുപോലെ, മോശയെ ഉന്നതനാക്കിയതുപോലെ, മഹാനാക്കിയതുപോലെ ആ വിളിക്കകത്ത് ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. കർത്താവ് അത് ചെയ്യട്ടെ. ഇന്നത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലിൻ്റെ സന്ദേശമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളും അവരുടെ വിളിയുടെ ഗൗരവം മനസ്സിലാക്കി ദർശനത്തിൽ മുന്നോട്ട് പോകാൻ, അവർക്ക് കിട്ടുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് വളരെ വിശ്വസ്തയോടെ വിളിയിൽ തുടരുവാൻ അവരെ സഹായിക്കണം. ദൈവവേല എന്ന ഈ ശ്രേഷ്ഠമായ പദവി അവർ ഇപ്പോൾ ചെയ്യുന്ന ജോലിയോടൊപ്പവും അവരുടെ വീട്ടുകാര്യങ്ങളോടൊപ്പവും വളരെ ഗൗരവമായി ചെയ്യാനുള്ള പ്രാപ്തി അവർക്ക് കൊടുക്കണം. അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ദൈവരാജ്യത്തിൽ വളരെയധികം ഫലം കായ്ക്കട്ടെ. അനുഗ്രഹിക്കുന്നു. അവരുടെ വിളിയിൽ തുടരാനുള്ള സൗഖ്യം അവർക്കുണ്ടാകട്ടെ. അവരുടെ വിളിയിൽ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക വാതിലുകൾ തുറന്നു കിട്ടട്ടെ. അവരുടെ വിളിയിൽ മുന്നോട്ട് കുതിക്കാൻ അവരുടെ കുടുംബജീവിതം വളരെയധികം ഭദ്രവും തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതുമാകട്ടെ. അവരുടെ വിളിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ നല്ല കുടുംബ ബന്ധങ്ങൾ, യൗവനക്കാർക്ക് വിവാഹ ജീവിത ബന്ധങ്ങൾ അവർക്കുണ്ടാകണം. അവരുടെ വിളിയെ തടസ്സപ്പെടുത്തുന്ന യാതൊരു ബന്ധങ്ങളും ഇവരിലേക്ക് വരരുത്. അതിനെ ഞാൻ ശാസിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷ വാർത്തയുള്ളത്, നാളെ വ്യാഴാഴ്ച മുതൽ രാവിലെ 10:30 മുതൽ ഒരു 1:30-2 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെയും ഉപവാസ പ്രാർത്ഥന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പകൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അവധി സമയമായതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും തന്നെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വരണം. നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. നിങ്ങൾ കൃപാവരങ്ങൾ പ്രാപിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പരിശീലിക്കണം. ആത്മാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. ആത്മമണ്ഡലം തുറക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയാണ് ഈ വരുന്ന 3 ദിവസത്തെ പ്രാർത്ഥന. നിങ്ങളതിൽ പങ്കെടുക്കുക. വൈകിട്ട് 7 മണിക്ക് സൂമിൽ ലൈവിൽ നമുക്ക് ഈ മീറ്റിങ്ങിൽ കടന്നു വരാൻ കഴിയും. വ്യാഴം, വെള്ളി, ശനിയാഴ്ച അതുണ്ടാകത്തില്ല. 2 ദിവസം നമുക്കതുണ്ടാകും. അടുത്ത ദിവസങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. എല്ലാവരും ഈ പ്രാർത്ഥനയെ ഓർക്കുക. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ക്രിസ്തുവിൽ വളരാം. ഗോഡ് ബ്ലെസ് യു.